നമസ്കാരം. ഏതം ഫ്ലിക്കിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കേരള ബോക്സ് ഓഫീസിൽ നിലവിൽ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സിനിമകൾ എത്ര രൂപ കളക്ഷൻ നേടിയെന്നും ആ സിനിമകൾ എത്ര ദിവസമായി കേരള ബോക്സ് ഓഫീസിൽ പ്രദർശനം ആരംഭിച്ചിട്ടുണ്ടെന്നും ഈ പ്രദർശന ദിവസങ്ങൾക്കുള്ളിൽ എത്ര രൂപയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ഈ ചിത്രങ്ങൾ കളക്ട് ചെയ്തതും എന്നുള്ള കാര്യങ്ങളാണ്. ഒരിക്കൽ കൂടി മാന്യ പ്രേക്ഷകർക്ക് നമ്മളെ വീഡിയോയിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ടവരെ, ചെറിയൊരു അപേക്ഷയുള്ളത്, നമ്മളെ ചാനൽ കുറച്ച് പേരൊക്കെ കാണുന്നുണ്ട്, അതിൽ വലിയ സന്തോഷമുണ്ട്. പക്ഷേ കാണുന്നവരിൽ 98% ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് എന്നുള്ള ദുഃഖം കൂടി അവസരത്തിൽ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. കാരണം എന്നെപ്പോലെ ഒരു സാധാരണക്കാരന് മുന്നോട്ട് പോകാൻ നിങ്ങളെപ്പോലുള്ള ആളുകളുടെ പിന്തുണ വളരെ അത്യാവശ്യമാണ് എന്ന് നിങ്ങൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യണേ എന്ന് വളരെ വിനീതമായി അപേക്ഷിക്കുന്നു. നമുക്ക് വിശദമായ വീഡിയോയിലേക്ക് പോകാം. ഒക്ടോബർ 9 കാന്താര എന്ന ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സ്വന്തമാക്കിയത് ഏകദേശം 2,45,00,000 രൂപയാണ്. പ്രദർശനം തുടങ്ങി ഒരാഴ്ച പിന്നിടുമ്പോഴും 2,45,00,000 രൂപ, അതായത് 2.5 കോടിയോളം രൂപ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്യാൻ ഈ സിനിമക്ക് സാധിക്കുന്നുണ്ട് എന്നതിൽ തന്നെ എത്രത്തോളം വലിയ ഹിറ്റാണ് കേരള ബോക്സ് ഓഫീസിൽ ഇതിനോടകം തന്നെ കാന്താര എ ലെജൻഡ് ചാപ്റ്റർ 1 എന്ന ചിത്രം സൃഷ്ടിച്ചത് എന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും കഴിഞ്ഞ ഒരാഴ്ചയായി ഈ ചിത്രം കേരളത്തിൽ പ്രദർശനം ആരംഭിച്ചിട്ട് ഈ ഒരാഴ്ചക്കുള്ളിൽ, അതായത് 8 ദിവസങ്ങൾക്കുള്ളിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഈ ചിത്രം സ്വന്തമാക്കിയത് ഏകദേശം 34 കോടിയോളം രൂപയാണ്. ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് വ്യാഴാഴ്ച ഒക്ടോബർ 9 ഇതിനോടകം സ്വന്തമാക്കിയത് ഏകദേശം 25 ലക്ഷം രൂപയാണ്. വലിയൊരു രീതിയിലുള്ള ഇടിവ് ലോക കളക്ഷനിൽ സംഭവിച്ചിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, കേരളത്തിൽ പ്രദർശനം തുടങ്ങിയിട്ട് ഇതിനോടൊപ്പം തന്നെ ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന സിനിമ 43 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു എന്ന് നമ്മൾ ഓർക്കുക. എന്തായാലും 42 ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത് 119 കോടി 97 ലക്ഷം രൂപയാണ്. അതായത് ഏകദേശം 120 കോടി രൂപ എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഇതിനോടകം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നു. കേരള ബോക്സ് ഓഫീസിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ റെക്കോർഡാണ്. എന്തായാലും ലോകക്കും ബന്ധപ്പെട്ടവർക്കും ആശംസകൾ. ബൾട്ടി എന്ന ചിത്രം ഇതിനോടകം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഒക്ടോബർ 9 വ്യാഴാഴ്ച സ്വന്തമാക്കിയത് ഏകദേശം 20 ലക്ഷം രൂപയാണ്. അത്യാവശ്യം നല്ലൊരു ചിത്രമായിട്ടും ഇതിന് വേണ്ടത്ര കളക്ഷൻ ഇതുവരെ അങ്ങനെ ഭയങ്കര ബൂസ്റ്റായിട്ട് കയറുന്നില്ല. എങ്കിൽ പോലും കളക്ഷൻ താഴെപ്പോയി എന്ന് പറയാൻ സാധിക്കില്ല, കളക്ഷൻ വലിയ രീതിയിൽ താഴ്ന്നുപോയി എന്ന് പറയാൻ സാധിക്കില്ല. 14 ദിവസങ്ങളായി കേരള ബോക്സ് ഓഫീസിൽ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ബൾട്ടി എന്ന ചിത്രം ഈ 14 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സ്വന്തമാക്കിയത് ഏകദേശം 8,20 ലക്ഷം രൂപയാണ്. അത്യാവശ്യം കുറച്ച് ഇതിൻ്റെ കളക്ഷൻ കയറി വരുമായിരിക്കും, ഒരു പക്ഷേ പ്രോഫിറ്റ് ആകുമായിരിക്കും. വളരെ മികച്ചൊരു പടമാണ്. എന്തായാലും വലിയൊരു വിജയത്തിലേക്ക് തന്നെ ബൾട്ടി എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മിറാഷ് എന്ന ആസിഫ് അലി ജീത്തു ജോസഫ് ചിത്രം ഒക്ടോബർ 9 കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സ്വന്തമാക്കിയത് ഏകദേശം 1.5 ലക്ഷം രൂപയാണ്. വളരെ വലിയൊരു പരാജയത്തിലേക്കാണ് ഈ ചിത്രം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. ജീത്തു ജോസഫിൽ നിന്ന് പ്രേക്ഷകർ എന്ത് പ്രതീക്ഷിച്ചോ അത് കിട്ടിയില്ല എന്ന് മാത്രമല്ല, പ്രതീക്ഷിച്ച പല കാര്യങ്ങളും ഓവറായിപ്പോയി എന്നുള്ള അഭിപ്രായം പല ഭാഗത്തുമുണ്ട്. എന്തായാലും മിറാഷ് എന്ന ചിത്രം പരാജയപ്പെടും എന്ന കാര്യത്തിൽ നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് പറയാൻ സാധിക്കും. ഏതായാലും 21 ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ ഇതിനോടകം മിറാഷ് എന്ന ചിത്രം നേടിയെടുത്തത് 5,97 ലക്ഷം രൂപയാണ്. അതായത് 3 ലക്ഷം കൂടി കഴിഞ്ഞാൽ 6 കോടിയിലേക്ക് പ്രവേശിക്കും. എന്തായാലും വളരെ വലിയൊരു ക്രൈസിസ് ആണ് ഈ ചിത്രം നിലവിൽ കേരള ബോക്സ് ഓഫീസിൽ നേരിടുന്നത് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. ഇഡ്ഡലിക്കട എന്ന ധനുഷ് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ ഒക്ടോബർ 9 വ്യാഴാഴ്ച നേടിയത് 4,15 ലക്ഷം രൂപയാണ്. ഈ ചിത്രം സംബന്ധിച്ചിടത്തോളം സാധാരണഗതിയിലുള്ള തമിഴ് സിനിമകളുടെ അല്ലെങ്കിൽ ധനുഷ് സിനിമകളുടെ ഒരു റിസപ്ഷനൊന്നും ഈ സിനിമയ്ക്ക് കേരളത്തിൽ നിലവിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. അതിന് പല കാര്യങ്ങളുണ്ട്. വലിയൊരു ഹിറ്റായ കാന്താര, അതുപോലെ തന്നെ ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന ചിത്രങ്ങളൊക്കെ വലിയ രീതിയിൽ ഹിറ്റായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് കുറച്ച് പാസം കൊടുത്തിട്ടാൽ എന്താവും അവസ്ഥ എന്നുള്ളതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നല്ല ചിത്രങ്ങൾ ഭാഷക്കപ്പുറം മലയാളികൾ സ്വീകരിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നിലവിലെ അവസ്ഥയിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും കേരള ബോക്സ് ഓഫീസിൽ ഇതിനോടകം 8 ദിവസങ്ങൾ പൂർത്തിയാക്കിയ
ഇഡലിക്കട എന്ന ചിത്രം ഏകദേശം 97 ലക്ഷം രൂപയാണ് നിലവിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സ്വന്തമാക്കിയിട്ടുള്ളത്. വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ എന്ന ചിത്രം ഒക്ടോബർ 9 വ്യാഴാഴ്ച കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സ്വന്തമാക്കിയത് ഏകദേശം 1.5 ലക്ഷം രൂപയാണ്. ഇതിനോടകം തന്നെ വലിയ രീതിയിലുള്ള എൻഗേജ്മെന്റ് കുറഞ്ഞു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 14 ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ എന്ന ചിത്രം സ്വന്തമാക്കിയത് ഇതിനോടകം 49.5 ലക്ഷം രൂപയാണ്. എന്തായാലും കാന്താര എന്ന ചിത്രം വലിയ മുന്നേറ്റത്തിലാണ്. വലിയ കളക്ഷനാണ് തിയേറ്ററിൽ നിന്ന് ഈ ചിത്രം ഇതിനോടകം തന്നെ നേടിക്കഴിഞ്ഞിരിക്കുന്നത്. വർക്കിംഗ് ഡേയ്സിൽ പോലും ഈ ചിത്രത്തിന് കേരളത്തിൽ ഏകദേശം 3 കോടിയോളം രൂപ കളക്ഷൻ വരുന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ വിജയമായി എന്ന് തന്നെയാണ് അർത്ഥം. അതുപോലെ ലോക എന്ന ചിത്രം കളക്ഷൻ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 40 ദിവസം കൊണ്ട് ഇതിനോടകം 120 കോടി രൂപ കളക്ട് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ ഏറ്റവും വലിയ വിജയം, സർവകാല വിജയം എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ ഇഡ്ലിക്കട ബൾട്ടി പോലുള്ള ചിത്രങ്ങൾ അത്യാവശ്യം എൻഗേജ്മെന്റ് ആയി ഇപ്പോഴും മുന്നോട്ട് പോകുന്നുണ്ട് എന്ന സന്തോഷവും നിങ്ങളോട് പങ്കുവെക്കുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു, ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്തുണ തരിക. തൽക്കാലത്തേക്ക് ഇവിടെ പറയുന്നു. മറ്റൊരു വീഡിയോയുമായി ഒട്ടും വൈകാതെ കാണാമെന്ന പ്രതീക്ഷയോടെ നന്ദി, നമസ്കാരം.